സ്പോട്ട് ലൈവിന് പോകുന്നത് കൊച്ചിയിലേക്കാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കുമെന്നും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഷജീല ബീവി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി കുറച്ച് ദിവസമായി കോളേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കോളേജിലെ നിലവിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുൻ പ്രിൻസിപ്പൽ കോളേജിലേക്ക് 5 സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുറയ്ക്ക് ഉടൻ തന്നെ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതായിരിക്കും. ഹോസ്റ്റലിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ അഡ്വൈസറി കമ്മിറ്റി ഹോസ്റ്റൽ സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും വിദ്യാർത്ഥികൾക്ക് സമാധാനപൂർവ്വമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അടിയന്തരമായി കോളേജ് തുറന്ന് പ്രവർത്തിക്കണം. കാരണം നമുക്ക് മാർച്ചിൽ വരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ തീരാനുണ്ട്, പ്രാക്ടിക്കൽ നടക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളും ഇന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥനയും ഒപ്പം അധ്യാപകർക്കും എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനവും തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, കോളേജ് നാളെ മുതൽ തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷത്തിന്റെ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല. പല ആക്ഷേപങ്ങളും പരാതികളും ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി പല പ്രതികളെയും പിടികൂടിയിട്ടില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായി നിലനിർത്താൻ കഴിയുന്നൊരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെയുള്ളത്? നവമി, ടോം, സമാധാനത്തോടെയും ഐക്യത്തോടും കൂടി നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ യോഗം അവസാനിച്ചത്. ഇതിൽ പ്രധാനമായും PTA ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ കൊച്ചി ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നായിരുന്നു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഈ ഒരു യോഗത്തിൽ തന്നെ നിരവധി തീരുമാനങ്ങളിലേക്കാണ് എത്തിയത്. ആദ്യം തന്നെ നാളെ മുതൽ ക്ലാസുകൾ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോളേജിൽ ഇനി പരീക്ഷയാണ്, പരീക്ഷയുടെ കാലമാണ്. അതുകൊണ്ട് അവസാന സെമസ്റ്ററിന്റെയൊക്കെ പരീക്ഷകൾ ഇനി നടക്കാനുണ്ട്. ഇനിയും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ക്ലാസുകൾ മിസ്സാവാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ആദ്യം തന്നെ രക്ഷിതാക്കൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാളെ കോളേജ് തുറക്കാമെന്നൊരു തീരുമാനത്തിൽ തന്നെ ആദ്യം എത്തിയത്. അതിനുശേഷം കോളേജിലെ സുരക്ഷകൾ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു. പോലീസ് കുറച്ചു നാളത്തേക്ക് കൂടി ഈ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുവാനും ഒപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. ഇതാണ് ടോം ഏറ്റവും പുതിയ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ 6 മണിക്ക് ശേഷം കോളേജിന്റെ ഗേറ്റ് അടയ്ക്കും. കാരണം അന്നത്തെ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റ സംഭവത്തിൽ പുറത്തു നിന്നുള്ള പല ആളുകളും ഗുണ്ടകളെ കോളേജിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു ആരോപണം SFI വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 6 മണിക്ക് ശേഷം കോളേജിന്റെ ഗേറ്റ് അടയ്ക്കാനുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അതോടൊപ്പം തന്നെ ID കാർഡുകൾ നിർബന്ധമാക്കും. ഈ മഹാരാജാസ് കോളേജിൽ നിലവിൽ യൂണിഫോം എന്നുള്ളൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ID കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ID കാർഡ് ഇല്ലാത്ത കുട്ടികൾ എത്രയും വേഗം അതിനുവേണ്ടി
അപേക്ഷ നൽകണം. ID കാർഡ് കിട്ടിയാൽ ഉടൻ തന്നെ അത് ധരിച്ചുകൊണ്ട് മാത്രമേ കോളേജിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ ഒരു തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയും ചെയ്തു. എന്തായാലും എത്രയും വേഗം നഷ്ടപ്പെട്ട ക്ലാസുകളെല്ലാം വീണ്ടെടുത്ത് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ തന്നെ കോളേജ് തുറക്കാനുള്ള ഒരു തീരുമാനം. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ വളരെ സജീവമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് മഹാരാജാസ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ക്യാമ്പസിനകത്ത് ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിലക്കുണ്ടോ? ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? നിലവിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇന്നത്തെ യോഗത്തിൽ നടന്നിരുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം, ഈ SFI നേതാവിന് കുത്തേറ്റ സംഭവത്തിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 15 പേർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ഇതിൽ 3 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതോടൊപ്പം അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അതായത് ഈ സംഭവം നടന്ന് ഒരാഴ്ചയോളം കഴിയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ബാക്കി പ്രതികളെ ഇതുവരേക്കും പിടിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു ആരോപണമാണ് SFI പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ, അതായത് ഇന്ന് വൈകുന്നേരം മുതൽ SFIയുടെ ഒരു അനിശ്ചിതകാല സമരം കോളേജിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോളേജിന്റെ ഗേറ്റിന് മുൻവശം ഇവരൊരു പന്തൽ കെട്ടി, അനിശ്ചിതകാല സമരത്തിനു വേണ്ടി പന്തൽ കെട്ടി ഒരു സമരത്തിനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ഇതിൽ 2ാം പ്രതി ബിലാൽ, 7ാം പ്രതി അമൽ ടോമി, 8ാം പ്രതി ജിജിലാൻ എന്നിവരെ മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇത് KSU ഫ്രട്ടേണിറ്റി MSF പ്രവർത്തകരാണ്. ഇനിയും ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട നീക്കത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധവുമായി 15ഓളം പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് SFI നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ. മറുവശത്ത് KSU പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് SFI ക്യാമ്പസിനകത്ത് തന്നെ ഈ രീതിയിൽ ഈ പന്തൽ കെട്ടിയുള്ള സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇത് കൂടുതൽ ഒരു പ്രകോപനത്തിന് കാരണമാകില്ലേ? ടോം, നമ്മളോടൊപ്പം ഇപ്പോൾ SFIന്റെ ഒരു പ്രവർത്തകൻ തന്നെയുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. ഇന്ന് മുതൽ നിങ്ങളൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയും പ്രതികളെ കണ്ടെത്താനുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഇനിയും അറസ്റ്റ് വൈകുന്നു എന്നുള്ള ഒരു ആരോപണം തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നത്? അറസ്റ്റ് വൈകുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ ഒളിവിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ഇന്ന് സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ നാളെ കോളേജ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇത്തരത്തിലൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയാൽ, അതായത് ഗേറ്റിന് മുകളിൽ ഒരു പ്രതിഷേധവുമായി നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ അത് വഴിവെക്കുക? അത്തരത്തിലുള്ള ഒരു ആശങ്കയില്ലേ? SFI ഒരിക്കലും സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കില്ലല്ലോ. ഇപ്പം ഫ്രട്ടേണിറ്റി MSF കേസ് ഉൾപ്പെടെയുള്ള മുന്നണിയായി നിന്നുകൊണ്ടാണ് SFIനെ ആക്രമിക്കുന്നത്. അതിനെതിരായിട്ടാണ് നമ്മളിപ്പോൾ ഒരു അനിശ്ചിത സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അതുമായി തന്നെ മുന്നോട്ട് പോകും. ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രതികളെ പിടികൂടാൻ വൈകുന്നു എന്ന് നിങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഒരു കാരണം എന്തുകൊണ്ടായിരിക്കും? പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പം കൃത്യമായിട്ട് തന്നെ അന്വേഷണം നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അവർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ ധാരണ കിട്ടിയിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അനിശ്ചിതകാല സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ക്യാമ്പസിലടക്കം വിദ്യാർത്ഥികൾ അവർക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സമരം ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇത് ഇന്നലെ തുടങ്ങിയൊരു വിഷയങ്ങളല്ല. ഇവരൊരു ഗ്യാങ്ങായിട്ട് നിന്നുകൊണ്ട് ഫ്രട്ടേണിറ്റി MSF KSU ഉൾപ്പെടെയുള്ളവർ ഒരു ഗ്യാങ്ങായിട്ട് നിന്നുകൊണ്ടാണ് SFIനെ ആക്രമിക്കുന്നത്. ഇപ്പം നാടകോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പം ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാടകോത്സവത്തിന്റെ പ്രാക്ടീസ് നടക്കുന്ന സമയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന 20ഓളം വരുന്ന ആളുകൾ, ഇവർ തിരിച്ചറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇവിടെ ക്യാമ്പസ് പഠിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇപ്പോഴും വനിതാ സഖാക്കൾ ഉൾപ്പെടെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള കൃത്യമുള്ള നടപടി എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് SFI ആവശ്യപ്പെട്ട് നിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ അന്ന് SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റിരുന്നു നാസർ. അതിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം ആരോഗ്യനില ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റിലാണ്, കുഴപ്പമില്ലാതെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ടോം, അത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന ഈ MSF KSUവിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും സംഘടനകളുടെയും വേട്ടയാടൽ, ഈ ഒരു ക്രൂരത അവസാനിപ്പിക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജ് കേരളത്തിലെ നിരവധി മഹാന്മാരെ
കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അവരെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുകയാണ് വേണ്ടത്. വിദ്യാർത്ഥി സംഘടനമല്ല, വിദ്യാർത്ഥികളുടെ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.